Hello everyone, welcome to Ramya's Mathematics Tech. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് വെക്റ്റർ ആൾജിബ്രയെ കുറിച്ച് നമ്മൾ വെക്റ്റർ അഡീഷൻ എങ്ങനെയാണ് പൊസിഷൻ വെക്റ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ നമ്മൾ കുറച്ച് വെക്ടേഴ്സിൻ്റെ ബേസിക്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സെക്ഷൻ ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് എ വെക്റ്റർ ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് ബി വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എന്തെന്നാണ് ഡിസ്കസ് ചെയ്തു. ഇനി ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഒരു ലൈൻ ജോയിൻ ചെയ്തു. ഈ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് നമ്മൾ ഒരു പോയിന്റ് ആർ ഈ എ ബി ലൈൻ സെഗ്മെന്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. In the ratio m:n. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആർ വെക്റ്റർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചെയ്യുന്നത് m:n റേഷ്യോയിലാണ് നമ്മൾ വെക്ടറിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ m b വെക്റ്റർ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യാം. m b വെക്റ്റർ പ്ലസ് n into a vector ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n into a vector divided by m plus n. അപ്പം നമ്മൾ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആർ വെക്റ്റർ ഇസ് ഈക്വൽ ടു m into b വെക്റ്റർ plus n into a vector divided by m plus n. ഇനി ഈ r എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെങ്കിൽ എന്ത് വരും? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതായത് 1:1 റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ r വെക്ടർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെങ്കിൽ നമ്മുടെ അതിന് പൊസിഷൻ വെക്ടർ ഓഫ് r എന്ന് പറയുന്നത് b വെക്ടർ പ്ലസ് a വെക്ടർ ഡിവൈഡഡ് ബൈ 2. R മിഡ് പോയിന്റ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്റ്റർ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. അടുത്ത നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ്, അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ്, രണ്ടാമത് നമ്മുടെ വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. സ്കെയിലാർ പ്രൊഡക്റ്റ് ആദ്യം നമുക്ക് സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എ വെക്ടറും ബി വെക്ടറും. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ഡിനോട്ടഡ് ബൈ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ. ദിസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നോക്കി, കോസ് തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡും നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടറും ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ ഇത് എപ്പോഴും എന്താ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നില്ല, ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അത് കാരണമാണ് ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കി, എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റ. ഇവിടുന്ന് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ആ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ magnitude of a vector into magnitude
മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്റ്റർ. നമ്മൾ ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ എ വെക്റ്റർ ഈസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k. എ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ കമ്പോണന്റ് ഫോം ആയിട്ട് എഴുതിയ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദിസ് ഇസ് റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ. നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് മാത്തമാറ്റിക്കലി വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കാം. ഇപ്പൊ ബി വെക്ടർ എന്ന് പറയുന്നത് b1i പ്ലസ് b2j പ്ലസ് b3k ആണെങ്കിൽ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എന്ന് പറയുന്നത് ഐയുടെ കമ്പോണൻസിനെ ഒരുമിച്ച് ആഡ് ചെയ്യുക. a1 b1 ഈ രണ്ട് i ഡോട്ട് i, a1 b1 i ഡോട്ട് i പ്ലസ് a2 b2 j ഡോട്ട് j പ്ലസ് a3 b3 k ഡോട്ട് k. ഇതാണ് നമ്മുടെ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും സെയിം കമ്പോണൻസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 1 ആയിരിക്കും. അതായത് ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1 ആയിരിക്കും, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1 ആൻഡ് കെ ഡോട്ട് കെ ഈക്വൽ ടു 1. ഡോട്ട് പ്രൊഡക്ട്സിൽ സെയിം കമ്പോണൻസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും 1 ആയിരിക്കും. അല്ലാണ്ട് ഡിഫറെന്റ് കമ്പോണൻസ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡിഫറെന്റ് കമ്പോണൻസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു ഐ ഡോട്ട് കെ ഈക്വൽ ടു 0 ആയിരിക്കും. വേറെ വേറെ കമ്പോണൻസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സെയിം കമ്പോണന്റിന് മാത്രമേ 1 ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ദിസ് ഇസ് ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതായത് ഐയുടെ കോഎഫിഷ്യൻസിന്റെ പ്രൊഡക്റ്റ് പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസിന്റെ പ്രൊഡക്റ്റ് പ്ലസ് കെയുടെ കോഎഫിഷ്യൻസിന്റെ പ്രൊഡക്റ്റ്, അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഇസ് ഈക്വൽ ടു magnitude of a vector into magnitude of b vector into cos theta. ഇവിടെ നോക്കി ഈ cos theta എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഈ തീറ്റ 0 ആണെന്ന് പറയുമ്പോൾ എന്തെന്നാ ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണ്. രണ്ട് വെക്ടേഴ്സും ഇതാണ് രണ്ട് വെക്ടേഴ്സ്, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റ 0 എന്ന് പറയുമ്പോൾ എന്തെന്നാ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണ്. പാരലൽ ആവുമ്പോൾ അപ്പൊ എന്താ വരിക എ വെക്ടർ ഡോട്ട് ബി വെക്ടർ cos 0 ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 cos 0 1 ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇനി ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് തീറ്റ ഈക്വൽ ടു 90 ആണെങ്കിൽ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ cos 90 0 ആണ്. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് വരും? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 വെക്ടർ വരും. 0 വെക്ടർ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0യും രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ്. വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. രണ്ട് വെക്ടേഴ്സ്, ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഈ എൻ ക്യാപ് എന്ന് പറയുന്നത്
ഈ എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആണ് n ക്യാപ്. അതായത് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇവിടെ നമുക്കൊരു വെക്ടർ ക്വാണ്ടിറ്റിയും കൂടി വന്നു. ഇത്ര മാത്രം വരുമ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കൂടെ n ക്യാപ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടണത് തന്നെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്നും കൂടി വിളിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ കണ്ടുപിടിക്കാമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഡിവൈഡഡ് ബൈ magnitude of a vector into magnitude of b vector divided by n cap. ഇനി ഈ n cap എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ അപ്പൊ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ എ വെക്ടർ ഇൻറ്റു ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ പ്രൊഡക്റ്റിൽ നമുക്ക് സൈൻ തീറ്റയെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എ വെക്ടറും ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന്. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, മാത്തമാറ്റിക്കലി ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നാണ്. അതിന് നമുക്ക് കമ്പോണന്റ് ഫോം തന്നെ എഴുതാം. ലെറ്റ് എ വെക്ടർ ഇസ് ഈക്വൽ ടു a1i plus a2j plus a3k and b vector is equal to b1i plus b2j plus b3k. ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ അതാത് കമ്പോണൻസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 1 ആണെന്ന് പറഞ്ഞു. ക്രോസ് പ്രൊഡക്റ്റിൽ അതാത് കമ്പോണൻസിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും, തിരിച്ചാണ്. അതായത് i ക്രോസ് i equal to j cross j equal to k cross k equal to 0. നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിൽ അതാത് കമ്പോണൻസിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസിന്റെ എങ്ങനെ വരാം? i ക്രോസ് j നമ്മൾ പോസിറ്റീവ് ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ആ ഒരു ഡയറക്ഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ i ക്രോസ് j ഈക്വൽ ടു k. i ക്രോസ് j ഈക്വൽ നമ്മൾ എപ്പോഴും ഓർഡർ i j k ഈ ഓർഡറിൽ തന്നെ നോക്കുക. അപ്പൊ i ക്രോസ് j ഈക്വൽ ടു k, അടുത്തത് j ക്രോസ് k ഈക്വൽ ടു i, അടുത്തത് എന്താ k ക്രോസ് i, ഈ ഒരു ലൂപ്പ് തന്നെ പോവാം. k ക്രോസ് i ഈക്വൽ ടു j. തിരിച്ചെടുക്കുകയാണെങ്കിൽ j ക്രോസ് i എന്ന് പറയുമ്പോൾ നമ്മുടെ ലൂപ്പ് മാറി. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിലാണ് പോണത്. ഡയറക്ഷൻ തിരിക്കുമ്പോൾ എന്താ പറയുക? ദിസ് ഇസ് മൈനസ് കെ ആൻഡ് കെ ക്രോസ് ജെ. ഇവിടെ ഡയറക്ഷൻ നമുക്ക് എപ്പോഴും ഈ ഓർഡറിലാണ് പോകേണ്ടത്. അപ്പം കെ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിലായി. ദാറ്റ് ഇസ് മൈനസ് ഐ ആൻഡ് ഐ ക്രോസ് കെ ഈക്വൽ ടു മൈനസ് ജെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്ട്സിന്റെ കമ്പോണൻസ്. ഇനി നമുക്ക് എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റിനെ മാത്തമാറ്റിക്കലി ചെയ്യാം? A vector cross B vector is equal to determinant. ഇവിടെ നമ്മൾ മെട്രിക്സ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്, ഡിറ്റർമിനന്റ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ നമ്മുടെ കമ്പോണൻസ് എഴുതുക i j k. ഫസ്റ്റ് റോയിൽ i j k. സെക്കൻഡ് റോയിൽ നമ്മുടെ ഫസ്റ്റ് വെക്ടറിന്റെ കോഎഫിഷ്യൻസ്, അതായത് a1 a2 a3. തേർഡ് റോയിൽ നമ്മുടെ സെക്കൻഡ് വെക്ടറിന്റെ കമ്പോണൻസ്, അതായത് b1 b2 b3. ഡിറ്റർമിനന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ ഡിറ്റർമിനൻസ് ചാപ്റ്റർ റിവ്യൂ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ a ക്രോസ് b എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് i j k. ഫസ്റ്റ് റോ i j k, സെക്കൻഡ് റോ ഫസ്റ്റ് വെക്ടർ. ഇവിടുത്തെ ഫസ്റ്റ് വെക്ടറിന്റെ കോഎഫിഷ്യൻസ്, സെക്കൻഡ് വെക്ടറിന്റെ കോഎഫിഷ്യൻസ് അടുത്ത റോ ആയിട്ട് എഴുതുക. ഇതാണ് നമ്മൾ a ക്രോസ് b. മാത്തമാറ്റിക്കലി നമുക്ക് a ക്രോസ് b കണ്ടുപിടിക്കാനുള്ള ഫോം.
ഇനി നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്ന ആ രണ്ട് വെക്ടേഴ്സ് നമുക്ക് ഒരു പാരലോഗ്രാമിന്റെ സൈഡ്സ് ആയിട്ടാണ് നമുക്ക് ഈ വെക്ടേഴ്സ് തരുന്നതെങ്കിൽ ആ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് എ വെക്ടർ, ഇതാണ് ബി വെക്ടർ. അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആയിട്ട് രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. ഏരിയ ഓഫ് പാരലോഗ്രാം whose adjacent sides are a vector and b vector is equal to magnitude of determinant of a cross b. Magnitude of a cross b. ഇവിടെ നമുക്ക് ഏരിയ ആണ്. നമുക്ക് ഡിറ്റർമിനന്റ് a cross b എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. മൈനസ് ആണെങ്കിൽ നമ്മളത് പ്ലസ് ആക്കി അതിന് അബ്സല്യൂട്ട് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഏരിയ ഓഫ് ദി പാരലോഗ്രാം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ക്രോസ് ബി. ഇനി അടുത്തത് നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈ രണ്ട് വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ is equal to half into magnitude of പോയിട്ട് absolute value of a cross b. Absolute value of a cross b. അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് ദി പാരലോഗ്രാം, ഇത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൊളീനിയർ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെങ്കിൽ, കൊളീനിയർ എന്ന് പറയുമ്പോൾ പാരലൽ, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ആ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ആ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണ്. അപ്പൊ നമുക്ക് ഈ ക്രോസ് പ്രൊഡക്റ്റിൽ നമുക്ക് ഏരിയ ഓഫ് ദി പാരലോഗ്രാം കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാം, വെക്ടർ തന്നിരിക്കുന്ന വെക്ടേഴ്സ് കൊളീനിയർ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാം. ക്രോസ് പ്രൊഡക്റ്റിൽ നമുക്ക് പിന്നെ യൂണിറ്റ് വെക്ടറും കണ്ടുപിടിക്കാൻ പറ്റും. യൂണിറ്റ് വെക്ടറും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റിലും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് സെക്ഷൻ ഫോർമുല, പിന്നെ വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അത് കാരണമാണ് അതിന് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് വെക്ടർ പ്രൊഡക്റ്റ് എപ്പോഴും നമുക്കൊരു വെക്ടർ ക്വാണ്ടിറ്റി, ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഏരിയ ഓഫ് ദി പാരലോഗ്രാം, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, അതൊക്കെ നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ നോക്കുമ്പോൾ അതിൽ പൊസിഷൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇതും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വെക്ടേഴ്സ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.